ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് കുമ്പളങ്ങ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അപ്പം ഞാൻ കുമ്പളങ്ങയും കൊണ്ടൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് ഒരു 300 ഗ്രാം കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടിയും കൊണ്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ഇത്തിരി സമയം കൂടി മതിയാവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ, കുരുമുളകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ജീരകമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ഉടച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി കേട്ടോ. ഇത് ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള, മിക്സിയിൽ അടിച്ചിട്ടുള്ളതാണ്, തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. എന്നിട്ട് അളവിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഇത്തിരി കൂടെ ഉപ്പ് എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പുള്ളത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണക്കമുളക് അതും കൂടി ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായില്ല. അപ്പോൾ നമുക്കിനി ഈ വറുവൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പം വറുത്തെടുത്തതൊന്ന് ഒഴിച്ചു എടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.